തന്തൂരി ചിക്കൻ ഉണ്ടാക്കാനുള്ള വർക്കൗട്ടിലാണ്. നമ്മൾ ആദ്യമേ വെളുത്തുള്ളിയുടെ തൊലി പൊളിച്ചിട്ടിരിക്കുന്നു. അത് ഇഞ്ചി ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി തക്കാളിയും മുളകും നാടൻ സ്റ്റൈലിലാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇഞ്ചി അരച്ചിരിക്കുകയാണ്. ഏറ്റവും പാടുള്ള ഇഞ്ചിയാണ്. ഇഞ്ചി അരച്ച് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് വെളുത്തുള്ളി ഇടും. വെളുത്തുള്ളിയുടെ പുറകെ കറുവാപ്പട്ട, പെരുംജീരകം, പിന്നെ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചിക്കൻ മസാല, ഗരം മസാല എല്ലാം ചേർത്ത് റെഡിയാക്കുന്നതായിരിക്കും. ചിക്കൻ നമ്മൾ മസാല ഉള്ളിൽ പിടിക്കാൻ വേണ്ടി വരയുകയാണ്. വരച്ച് കൊടുത്താലാണ് ഉള്ളിലോട്ട് മസാല നന്നായിട്ട് പിടിപ്പിക്കുകയുള്ളൂ. ഇനി നമ്മുടെ ചെറിയ പരിപാടിയുണ്ട്. ഇറച്ചിയുടെ ഉള്ളി നന്നായിട്ട് പിടിക്കാൻ വേണ്ടി പപ്പടം കുത്തിക്കൊണ്ട് ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇറച്ചിയുടെ ഉള്ളിലോട്ട് നന്നായിട്ട് പിടിക്കുന്നതായിരിക്കും മസാല. നമ്മൾ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് സലാഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ആദ്യമേ നമ്മൾ സവാള അരിഞ്ഞ് സെറ്റ് ചെയ്തു. കുക്കുമ്പർ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. വെള്ളരിക്കയുടെ ഉള്ളിലത്തെ സാധനം കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പെർഫെക്റ്റ് കട്ടിങ് ആണ് ബ്രോ. നമ്മൾ ഗരം മസാല, കറുവാപ്പട്ട, ഗ്രാമ്പൂ, പെരിഞ്ജീരകം എല്ലാം പൊടിച്ചത് ചേർക്കുന്നു. ഇനി തൈര് എടുക്കുക. തൈര് എടുക്കുക. തൈര് കുറച്ച് തൈര് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എൻ്റെ കൂടെ നാരങ്ങ വേണ്ട, മൊത്തം എല്ലാം ഇറച്ചികൾ ഒന്നിച്ച് മിക്സ് ചെയ്യണം കേട്ടോ. ശരിക്കും പിടിക്കട്ടെ അങ്ങോട്ട്. ഉപ്പ് ഇട്ടാ ഉപ്പ് ഓക്കെയാണ്. നമ്മൾ അരപ്പിലാണ് ടേസ്റ്റ് ഇരിക്കുന്നത്. ഒന്നിച്ച് കലക്കം ഇവിടെ ഒരു നാരങ്ങ വേണ്ടല്ലേ. നാരങ്ങ നമ്മൾ ഓൾറെഡി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് മിക്സിങ്ങിൻ്റെ അകത്ത്. സ്പെഷ്യൽ മിക്സറാണ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മള് മസാല നന്നായിട്ട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാ നാക്കത്തൊട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഉപ്പുണ്ടോ നോക്കി. വേണ്ടേ? ഓക്കെ അല്ലേ? ഓക്കെ. മുന്നോട്ട് വന്നാലും വിശപ്പിൻ്റെ അസുഖമുള്ളവരാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒപ്പിച്ചിട്ട് മുന്നോട്ട് വന്നാലും നമുക്ക് സീനില്ല. ഇതിൻ്റെ കൂടെ സൈഡായിട്ട് വേറൊന്നും ഈ കൊറോണയുടെ സമയത്ത് മേടിക്കാൻ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ബ്രെഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ജ്യൂസാ? ഓക്കെ, അത് നന്നായി. അവൻ ഇതും കൂടെ കുറ്റുമെന്ന് നടക്കാം. നാച്ചുറലായിട്ട് ഈ അടിയിലുള്ള മസാല എല്ലാം മേളിയിട്ട് കൊത്തി വെക്കും. അടി കിടക്കുന്ന മസാല ഉണ്ടോ അതെല്ലാം മേളിയിട്ട് കൊത്തി വയ്ക്കും. ചിക്കൻ പൊക്കണ്ട. ചിക്കൻ അവിടെ നിന്നെടുത്ത് കളി മേളിയിട്ട് പൊത്തി നന്നായിട്ട് കൊത്തി വെക്കും. ഓക്കെ, എടുത്തോ ഫ്രീസറിൽ ഫ്രീസ് ചെയ്യുക. അടുത്ത് നമ്മൾ ഫ്രീസ് ചെയ്യുകയാണ്. ഫ്രീസ് ചെയ്താലാണ് ചിക്കൻ്റെ
ടേസ്റ്റ് കിട്ടുള്ളൂ, അല്ല മസാല ശരിക്കും നന്നായിട്ട് പിടിക്കുകയുള്ളൂ. നമ്മുടെ സ്വന്തം ഫ്രിഡ്ജായ ഫ്രിഡ്ജ് കയറ്റുമാണ്. അടിച്ചോ. ഓക്കെ, ഇനി നമ്മൾ കരി കൂട്ടാനുള്ള പരിപാടിയിലോട്ട് പോവാണ്. നമ്മൾ ഒരു കർപ്പൂരം എടുത്താ കർപ്പൂരം കത്തിക്കാൻ. ചെറിയതായിട്ട് തീ പിടിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി കർപ്പൂരം കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും, തീ കത്തിക്കാൻ നല്ലതാണ്. ഈ കത്തി വരുന്നുണ്ട്. ചാർക്കോളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ ഗ്രില്ല് ചെയ്യണ മെഷീൻ. തീ പിടിച്ച് വരുന്നുണ്ട്, ഇച്ചിരി ടൈം വേണം നമുക്ക്. നമ്മുടെ വീടിൻ്റെ ടെറസാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. ചാർക്കോൾ തീ പിടിക്കാൻ ഇച്ചിരി പാടാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കർപ്പൂരം തീർന്നോടാ? കത്തിക്കോ കണ്ട ഊതി തീർന്നു. ഒരെണ്ണം ഈ സൈഡിൽ കൂടെ ഒരെണ്ണം കൊടുക്കാം. രണ്ടായിരുന്നുണ്ട്. കത്തിച്ചാൽ ഒരെണ്ണം കത്തിച്ച് കർപ്പൂരം കത്തിച്ച് അടുത്ത സൈഡിൽ കുറച്ച്. അങ്ങനെ കൊറോണയാണോ കിടന്ന് ചോദിക്കണ്ടല്ലോ. കനലായി വരുന്നു. അവിടെ ഇപ്പോൾ ഊതണ്ടോ? കനലായിട്ട് ഊതിയത്. എല്ലാവരും വീട്ടിൽ തന്നെയാണ്, എങ്ങും പുറത്തോട്ടൊന്നും പോയിട്ടില്ല. കുറച്ച് ഊതി കൊടുത്തു. നീ പബ്ജി കളിക്കാനുണ്ടോ? എനിക്ക് പിന്നെ എനിക്ക് റിക്വസ്റ്റ് വിടാത്ത തന്നെ. നീ പ്ലെയറല്ലേ? തെറ്റ്. നമ്മൾ ചിക്കൻ എടുത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം കനൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ചിക്കൻ ഇടുമ്പോൾ ലെവൽ നോക്കണം. ടോപ്പ് ലെവലിട്ടാലാണ് ചിക്കൻ്റെ ഉള്ളു നന്നായിട്ട് വേവുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേവണതിനനുസരിച്ച് നമ്മൾ ലെവൽ മാറ്റി കൊടുത്തോണ്ടിരിക്കണം. ആ മൂലയിൽ ഓരോ ചെറിയ പീസൊക്കെ പറക്കിട്ടോ, എല്ലാം കാല് മാത്രം പറക്കിട്ടുണ്ടോ? അവിടെ ഇട്ടോ. പഴുത്തു. ചെറിയ ആപ്പിൽ കണ്ടോ? ചെറിയ പീസ് എടുക്കുക.
നമ്മളൊരു കോഴി 5 പീസാണ് ആക്കിയേക്കുന്നത്. നമ്മൾ ബ്രഷില്ലാത്തതുകൊണ്ട് കൈ കൊണ്ട് തന്നെയാണ് തേച്ച് കൊടുക്കുന്നത്. നാടൻ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചിക്കനിൽ നന്നായിട്ട് അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചു. നമ്മൾ ഫ്രീസ് ചെയ്യിപ്പിച്ചാണ് കൊണ്ടുവന്നത്. അതിൽ നമ്മൾ ഇച്ചിരി മസാല തൂത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ടേസ്റ്റ് കിട്ടണമെങ്കിൽ മസാല തന്നെ വേണം. തേക്കുമ്പോൾ കൈ കൊള്ളാണ്ട് സൂക്ഷിക്കണം. നമ്മളെല്ലാം മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മസാല തേച്ച് പിടിപ്പിച്ചാൽ മതി. ചിക്കൻ വേണം. ഓൾമോസ്റ്റ് ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ വേണം ഒന്ന് സെറ്റായി കിട്ടാൻ. ചെറുതായിട്ട് മറിച്ചിടാനുള്ള പരിപാടിയിലാണ്. മറിച്ചിടാനുള്ള ടിപ്പ് അതോടി മറിച്ചു ഓരോന്നായിട്ട് മറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ പകുതി വേവായിട്ടുണ്ട്. ചിക്കൻ 3/4 ഭാഗം വെന്തിരിക്കുന്നതാണ്. എല്ലാം മറിച്ചിട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മളിങ്ങനെ ഇത്ര ടൈം എടുത്ത് 1 മണിക്കൂർ എടുത്ത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പയ്യെ എടുക്കാനുള്ള പരിപാടിയിലാണ്. ഓൾമോസ്റ്റ് എല്ലാം വെന്തു, സെറ്റായിട്ട് വെന്തു. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും പരീക്ഷിക്കേണ്ടതാണ് വീട്ടിലിരുന്ന്. ഇതെടുത്തടാ, കവർ എന്തെങ്കിലും എടുക്ക്. എടുത്തെടുത്തു നമ്മൾ നമ്മുടെ സെറ്റപ്പിലോട്ട് കൊണ്ടുപോവാണ്. എല്ലാം എടുത്ത് സെറ്റാക്കി. ബ്രെഡാണ്. കുബൂസ് കിട്ടിയില്ല. ഇന്ന് കൊറോണയൊക്കെ ആയതുകൊണ്ട് കടകളൊന്നുമില്ല. അത് റെഡിയാക്ക്. ടേബിൾ ക്ലീൻ നമ്മൾ അടുത്തതിനുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കരി കേട്ടോ, ഇച്ചിരി ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് കരി ഇടണം കേട്ടോ. കരി ഇട്ടു. എണ്ണ എടുത്തടാ. എണ്ണ ക്ലീൻ ചെയ്തില്ലെങ്കിൽ അടുത്തതിൽ വരുമ്പോൾ ഒട്ടിപ്പിടിക്കും. ചിക്കൻ ഇഷ്ടാവില്ല. കുറച്ചെടുത്തു. കുറച്ച് എണ്ണ ഇതിനകത്ത് പരത്തണം. അത് തുണിമീൻ എടുത്തോളാമാടാ. ഫസ്റ്റ് റൗണ്ടിനുള്ള സാധനം എല്ലാം റെഡിയാക്കി സെറ്റാക്കിയിട്ടു. ടേസ്റ്റ് ചെയ്ത് നോക്കാം. മേടിച്ചിടാ എൻ്റെ മോങ്ങന നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഇതിനുണ്ടെന്ന് അറിയാൻ വേണ്ടി സലാഡൊക്കെ വട്ടി
നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ബെല്ലിരിക്കുന്നതാണോ? ഇതാ അടുത്ത് നമ്മൾ കുറച്ച് കയറ്റി ഇട്ടു. നന്നായിട്ട് മസാലയൊക്കെ പരട്ടി പൊളി സാധനം. അടുത്ത നമ്മൾ അടുത്ത തട്ട് കയറ്റിയിരിക്കുന്നു. മതി പൊടിഞ്ഞു പോകും. ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം നമുക്ക് ഇന്ന് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ. ഇപ്പോൾ നമ്മൾ പയ്യെ കഴിക്കാനുള്ള സ്റ്റാർട്ടിങ്ങിലാണ്. അവിടെ കഴിക്കാം വാ. ഇരിക്കില്ല പയ്യെ എല്ലാവരും കൂടി കഴിക്കാനുള്ള പരിപാടിയാണ്. എല്ലാവരും തൈര് ഇട്ടിരുന്നു. നോക്കാം